പ്രിൻ്റർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PVC കാർഡിൽ ബ്ലറർ അല്ലെങ്കിൽ സാധാരണ A4 പേപ്പറിൽ ഒരു ബ്ലറർ പ്രിൻറ്റിങ് വരുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ G570 ആയാലും 670 പ്രിൻ്റർ ആയാലും അല്ലെങ്കിൽ കെനോണ്ട് വേറെ ഏത് പ്രിൻ്റർ ആയി കഴിഞ്ഞാലും ഒരു ടെക്നിക്ക് തന്നെ ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ഓപ്പൺ ആക്കുക, സെൻറ്റർ ഭാഗം ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ലോക്കാവും. ഇപ്പോൾ ലോക്കായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രിൻ്ററിൻ്റെ ഉൾഭാഗത്ത് ഒരു ഹെഡിൻ്റെ കേബിൾ കാണാം. ഈ ഹെഡ് കേബിൾ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഗ്ലാസ് പോലുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഉണ്ട്. ഇത് എൻകോഡർ കേബിൾ എന്നാണ് പറയുന്നത്. ഇതിന് ചെറിയ ചെറിയ വരകളുണ്ടാവും. നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയാൽ അങ്ങനെ പെട്ടെന്ന് കാണില്ല, ചെറിയ ചെറിയ വരകളുണ്ടാവും. ഈ കേബിളാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. ഇതൊരു അറ്റത്തൊരു സ്പ്രിങ്ങിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു സ്പ്രിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മൾ ഫസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ മടക്കുക. ഇതേപോലെ വലിയൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മടക്കി ചെറിയൊരു പീസ് ആവശ്യമുള്ളൂ, വലിയ പീസ് ആവശ്യമില്ല, ചെറിയൊരു പീസ് ടിഷ്യൂ പേപ്പർ. ഇപ്പോൾ ഇത് വലുതാണ്, ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇത്ര വലുപ്പം ആവശ്യമുള്ളൂ, ഇത്രയും ആവശ്യം വരുന്നില്ല, എന്നിരുന്നാലും ഇത്ര വലുപ്പം മതി. ഇതിൽ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇത് കുറച്ച് ഫ്രണ്ടിലേക്ക്, അതായത് നിലവിൽ ഇപ്പോൾ അവിടെ ഉള്ളിലായിരിക്കും, കുറച്ച് ഫ്രണ്ടിലേക്ക്, അതായത് ഇത് 1-2 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലേക്ക് തന്നെ വലിക്കാൻ പറ്റും. കൂടുതൽ വലിച്ചാൽ സ്പ്രിങ് പൊട്ടിപ്പോരും. അപ്പോൾ ഇതിൻ്റെ താഴെ കുറച്ച് ഗ്രീസുകളുണ്ട്. ഈ ഗ്രീസ് തെറിച്ചിട്ട് ഈ സ്പ്രിങ്ങിലേക്ക് നിൽക്കും. അപ്പോൾ ആ ഈ ഗ്രീസ് തെറിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിലേക്ക്, ഇത് ഈ ഭാഗത്ത് കുറച്ച് ഗ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലറർ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രിപ്പ് ക്ലീൻ ചെയ്യാണ് വേണ്ടത്. ആ ഒരു ഗ്രീസ് എവിടെയാണോ ആയിട്ടുള്ളത് ആ ഭാഗം മാത്രം ക്ലീൻ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ എവിടെയാണ് ഗ്രീസ് കാണാനില്ലെങ്കിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുക, ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കുക, ചെറിയതായിട്ട് ഒന്ന് മടക്കുക. മടക്കിയിട്ട് ഈ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിൽ നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കാണാനില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ നീക്കണം, കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം മാത്രം നീക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കേബിള് കുറച്ച് ഫ്രണ്ടിലേക്ക് വലിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ തല മുതൽ ആ തല വരെ 2-3 പ്രാവശ്യം നീക്കി കഴിഞ്ഞാൽ ഇതേപോലെ 2-3-4 പ്രാവശ്യം നീക്കുക. അതിന് ശേഷം നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് ആ ഒരു ഗ്രീസ് കാണുന്നുണ്ടോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചിട്ട് പ്രിൻ്റ് എടുക്കാം.